ഹായ്, സമയം 2:32 പിന്നെ നമ്മളിന്ന് എന്താ പറയുക 2 ട്രേഡ് ഉണ്ടായിരുന്നു. രണ്ടും നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എൻട്രി വരുന്നത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എന്താ പറയുക ഈ ഒരു ഹൈ വന്നല്ലോ. സെക്കൻഡ് ക്യാൻഡിലിന് ഒരു റേഞ്ച് കണ്ടപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തത്. അത് 24,100 കോൾ 419 മേടിച്ച് ഇത് ഈ ഒരു ഡൗൺ സൈഡ് വന്നപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റത്തേൽ ലോസ് ബുക്ക് ചെയ്ത് 371.89 ലോസ് ബുക്ക് ചെയ്ത്. ദെൻ അത് കഴിഞ്ഞിട്ട് 9:40 നമ്മളൊരു കോളുണ്ട്. ഇതാണ് നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ അതിന് കഴിഞ്ഞിട്ടുള്ളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 24,000 കോൾ 497 മേടിച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് 484. ഫസ്റ്റത്തെ ട്രേഡ് നമ്മളെടുത്ത് ഒരു റേഞ്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കണ്ടിട്ടും രണ്ടാമത്തെ റേഞ്ച് എക്സ്റ്റൻഷൻ അത് ഓപ്പണിങ്ങിൻ്റെ മേലെ മാർക്കറ്റ് പോയപ്പോഴാണ് 2 എൻട്രീസ് കൊടുത്തത്. 2 എൻട്രീസും നമ്മൾ ലോസ് ബുക്ക് ചെയ്ത്. പിന്നെ സെക്കൻഡറിയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊരു ചാൻസ് ഒന്നും പക്ഷേ നമ്മളവിടെ ബുക്ക് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ ആ റിസ്ക് റിവാർഡ് കറക്റ്റ് അല്ലായിരുന്നു. പക്ഷെ നമുക്ക് കോസ്റ്റിൽ ഇറങ്ങാനൊരു ഓപ്ഷൻ കിട്ടി. പിന്നെ നമ്മൾ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് കയറുന്നില്ല ഒരു ബയാസിൽ തന്നെ നിന്ന് കാരണം എന്താ പറയുക ലോസ് ബുക്ക് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, പിന്നെ എന്താ പറയുക വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഓപ്പണിങ്ങിൽ വലിയ വോളി ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് വോളികളുണ്ടായിരുന്നു. ബിലോ ആവറേജ് ഉണ്ടായിരുന്നു. ബിലോ ആവറേജുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻട്രീസ് കാര്യങ്ങൾ വരുന്നത് ഇതാണ്. നമ്മൾ ഇന്നത്തെ പിയാനിൽ വരുന്നത് -1495. ഇതാണ് നമ്മളെ ഓർഡേഴ്സ്. ഫസ്റ്റത്തെ 24,100 കോൾ 419 മേടിച്ച് 371.8 സ്റ്റോപ്പ് ലോസ് എടുത്ത്. അത് കഴിഞ്ഞ് 24,000 കോൾ 497 മേടിച്ച് 484.9 അത് സ്റ്റോപ്പ് ലോസ് എടുത്ത്. ഓക്കെ, വേറെ കാര്യമായിട്ടൊന്നും പിന്നെ മാർക്കറ്റിൽ പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല. അത് നമ്മളന്നത്തെ ആവറേജ് ലോസ് 1,500 ആയപ്പോൾ പിന്നെ നമ്മൾ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കണ്ടാലും ട്രേഡ് എടുക്കാറില്ല. അത് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം 50-50 ചാൻസാണ്. അതായത് മാർക്കറ്റ് മേലെ പോകാം അല്ലെങ്കിൽ താഴെ പോകാം. അതായത് നമുക്ക് ലോസ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വയ്ക്കാം. പക്ഷേ ലോസ് ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ ആ ഒരു ഡെയിലി എടുക്കാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ലോസ് എടുക്കേണ്ടി വരും. സോ അത് കാരണമാണ് നമ്മൾ പിന്നെ ട്രേഡൊക്കെ ഓഫാക്കിയിട്ട് പിന്നെന്താ പറയുക നമ്മൾ അടുത്ത പരിപാടി വെക്കും. പിന്നെ ഈ നേരം ആകുമ്പോൾ പിന്നെ നമ്മൾ മാർക്കറ്റ് വായിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യാനൊരു ടെൻഡൻസി വരും. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നാളെ കാണാം.